ഇടതുപക്ഷത്തിന് ഗണഗീതം എന്ന് കേൾക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. ഇപ്പോൾ ദാ വീണ്ടും കണ്ണൂരില് കണ്ണാടിപ്പറമ്പ് മുത്തപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നടക്കുകയാണ്. അപ്പോൾ അവിടെ ഗാനമേളയുണ്ടായി. അവിടെ ദേശഭക്തി ഗാനം എന്നോണം രീതിയിൽ ഗണഗീതം പാടി. അതോടുകൂടി അവിടെ അടിച്ച് നിരപ്പാക്കി ഡിവൈഎഫ്ഐ എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. എന്തിനാണ് ഇത്ര അസ്വസ്ഥത ഇവർക്ക്? അല്ല, അവരെ സംബന്ധിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ആർ എസ് എസിനോടല്ല ദേഷ്യം. അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ആർ എസ് എസിനോട് ദേഷ്യം വരാനുള്ള കാരണം ആർ എസ് എസ് ഈ നാടിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഈ നാടിനെ സ്നേഹിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ എവിടെ കണ്ടാലും ഈ പന്തം കണ്ട പെരിച്ചാഴിയുടെ സ്വഭാവം കമ്മ്യൂണിസ്റ്റുകാർക്ക്. അപ്പോൾ അവർ ആ പടം വല്ലാണ്ട് വയലൻ്റ് ആവും. ഈ വയലൻ്റ് ആകുന്നതിൻ്റെ ഭാഗം മാത്രമാണത്. ഇപ്പം എനിക്ക് മനസ്സിലാവും, ഞാൻ അവിടെ കണ്ണൂർ പഴയ പാട്ട് പരമപവിത്രമതാം ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ബൗദ്ധിക രംഗത്തുള്ള ആളുകൾ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പറയുന്ന പാട്ടിനകത്തുള്ള ഒരു വരിയെങ്കിലും ഏതെങ്കിലും മതസ്പർദ്ധ വളർത്തുന്നതോ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ളതോ ഒരു വരി പോലും അതിനകത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള പരാമർശം പോലും അതിനകത്തില്ല. മറിച്ച് അതിനകത്ത് പൂർണ്ണമായിട്ടുള്ളത് ഭാരതീയമായിരിക്കുന്ന ഈ നാടിനെ സ്നേഹിക്കുന്ന പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. ഇത് കേട്ടാൽ കമ്മ്യൂണിസ്റ്റുകാരന് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ദേഷ്യം ഉണ്ടാവും. അത് ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഈ നാട്ടിലെ രാജ്യദ്രോഹികളുടെ പേര് പറഞ്ഞാൽ ഒരു സംശയവും വിചാരിക്കേണ്ട, അത് കമ്മ്യൂണിസ്റ്റുകാരാണ് ഒന്നാം സ്ഥാനത്ത്. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതൊന്നല്ല, മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളതാണ്. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരതിനെ എതിർത്തിരുന്നു എന്ന്. അന്ന് ഇവർ റഷ്യയുടെ ഭാഗത്തായിരുന്നു. ആ റഷ്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എതിർത്ത PC ജോഷി എന്ന് പറയുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ഉണ്ട്. അയാൾക്ക് മഹാത്മാഗാന്ധി അയക്കുന്ന കത്തുകൾ, ആ കത്തിനെ കുറിച്ചിട്ട് അരുൺ ഷൗരിയുടെ പുസ്തകമുണ്ട്, ദ എമിനന്റ് ഹിസ്റ്റോറിയൻസ് ദെയർ ടെക്നിക്സ് ദെയർ ഫ്രോഡ് എന്ന് പറഞ്ഞ പുസ്തകം. ആ പുസ്തകത്തിനകത്ത് അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഇവർ ഇത്തരത്തിൽ കാണിച്ചിരിക്കുന്ന കൊള്ളരുതായ്മകളെ സംബന്ധിച്ച് ജോഷിക്ക് മഹാത്മാഗാന്ധി എഴുതിയിരിക്കുന്ന കത്തുകൾ, ഇവർ റഷ്യയിൽ നിന്ന് പണം വാങ്ങിച്ച് ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിൽക്കാലത്ത് അവർ പണം വാങ്ങിച്ചത് ചൈനയിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണം വാങ്ങിച്ചത്. അതുകൊണ്ടാണ് ചൈന ഇന്ത്യക്കെതിരെ ആക്രമിച്ച സമയത്ത് EMS പറഞ്ഞത് ഇന്ത്യയുടെ എന്ന് ചൈനയുടെ എന്ന് പറയുന്ന സ്ഥലത്താണ് യുദ്ധം നടക്കുന്നതെന്നാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചൈനയുടെ വിടുപണി ചെയ്തിട്ടുള്ള ആളാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ. സമാനമായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ നടക്കുന്നത് ചില ക്ഷേത്ര ഉത്സവങ്ങളോ അല്ലെങ്കിൽ ചില പൊതുപരിപാടികളുടെ ഒക്കെ ഭാഗമായിട്ട് ഗണഗീതങ്ങൾ എന്ന് പറയുന്ന ദേശഭക്തി ഗാനങ്ങൾ പാടും. ഈ ഗണഗീതം എന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ചോദിക്കണം. ഗണഗീതം എന്ന് പറയുമ്പോഴാണല്ലോ ഇവർക്ക് ഇത്രയ്ക്കും അസ്വസ്ഥത വരുന്നത്. അപ്പോൾ ഈ ഗണഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിന്റെ അർത്ഥം എന്താണ്? ഇത്രത്തോളം അവർക്ക് തോന്നാനായിട്ട് അതിന് തോന്നാനുള്ള കാരണം നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്തേണ്ട ആവശ്യമില്ല. ഒരാൾ നന്നാവുന്ന ഒരാളെ തിരുത്തേണ്ട ആവശ്യമുള്ളൂ. യഥാർത്ഥത്തിൽ ദേശവിരുദ്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കുടപിടിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവരെ ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? മയക്കുമരുന്ന് കച്ചവടക്കാരായിട്ടുള്ള ചെഗുവേരയെ സപ്പോർട്ട് ചെയ്യും. അമ്പലങ്ങളില് പരിപാടി നടക്കുമ്പോൾ ചെഗുവേരയുടെ പടമുള്ള കൊടികൾ വരുന്നു. അതുപോലെ മറ്റുള്ള അവരുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള കൊടികളൊക്കെ വരുന്നുണ്ട്. അതിനൊന്നും പ്രശ്നമില്ലല്ലോ. അല്ല, അതിന് കാരണം ചെഗുവേരയ്ക്ക് മയക്കുമരുന്നിന്റെ കച്ചവടമുണ്ട്. മയക്കുമരുന്ന് കച്ചവടക്കാരൻ മയക്കുമരുന്ന് കഴിച്ചിരുന്ന ആളുമാണ്. ബൊളീവിയൻ ഡയറി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് പരാമർശിക്കുന്നുണ്ടല്ലോ ചെഗുവേര ആരാ കൊന്നുകളഞ്ഞ അവസാനം. ചെഗുവേര കൊന്നത് ആ കാലത്തുണ്ടായിരുന്ന ഹിന്ദുക്കളായിരുന്നില്ല കൊന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കർഷക തൊഴിലാളികളാണ് അയാളെ കൊന്നുകളഞ്ഞത്. അത്രയ്ക്ക് നീചനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു ചെഗുവേര. അപ്പൊ അതുകൊണ്ട് അത്തരമുള്ള ആളുകളെ പിടിച്ചിട്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ മാതൃകാ പുരുഷന്മാരായിട്ട് വെക്കുന്നത്. ഈ ഗണഗീതത്തെ സംബന്ധിച്ച് നേരത്തെ ചോദ്യം ഉണ്ടായി. ഗണഗീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടായിട്ട് പാട്ടുന്നതിന് അർത്ഥമുള്ളൂ. കുറെ ആളുകൾ ഒന്നിച്ചിരുന്നൊരു പാട്ട് പാടുന്ന, ഈ പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതൊക്കെ ഒരു കലാരൂപങ്ങളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്, ആ കലാരൂപങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ദേശഭക്തിപരമായിരിക്കുന്ന സാഹചര്യം കൂടിയുള്ള സമയത്ത് അതിന്റെ പ്രസക്തി വളരെ കൂടുതലാണ്. അത് യുവാക്കളെ സാധാരണ രീതിയിൽ ആകർഷിക്കും. അങ്ങനെയെങ്കിൽ വിപ്ലവ ഗാനങ്ങൾ ഇവര് പാടുന്നുണ്ടല്ലോ, അതിനെ അവര് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അല്ല, ആ വിപ്ലവ ഗാനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നുമില്ല. മയക്കുമരുന്ന് കഴിച്ചാൽ ചെഗുവേര പാടിയുള്ള പാട്ടുകളാണ് വിപ്ലവ ഗാനങ്ങൾ. ഈ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ഗണഗീതങ്ങളുടെ ഗാനാഞ്ജലി എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് 6 പാട്ടുകൾ ONV കുറുപ്പ് സാറിന്റെ പാട്ടുകളാണ്.
നമ്മെ വിളിപ്പൂ നമ്മെ വിളിപ്പൂ നല്ല ഹൈമ വധഭൂമി എന്ന് പറയുന്ന ചൈനയുടെ യുദ്ധകാലത്ത് അദ്ദേഹം എഴുതിയിരിക്കുന്ന പാട്ടുകളാണ്. മറ്റോ പാട്ടുണ്ട്, അത് 1971 എൻ്റെ ഓർമ്മ. ഭാരത ഹൃദയ വെഞ്ചിയിലുണരും രാഗമാലിക നാം എന്ന് പറയുന്ന പാട്ട്, അത് ഓനുഗ്രൂപ്പ് സാറിന്റെ പാട്ടാണ്. അങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് കേരളത്തിലുള്ള മലയാളികളായിരിക്കുന്ന എഴുത്തുകാരുടെ എഴുത്തുകള് രചനകള് ചേർത്ത് വെച്ചിട്ടുള്ള പുസ്തകമാണ് ഗാനാഞ്ജലി എന്ന് പറയുന്നത്. അതിലൊരു പാട്ടാണ് ഗണഗീതം. ഇത് കമ്മ്യൂണിസ്റ്റുകാരന് അറിയാൻ പറ്റില്ല. കാരണം ഇതിനെ അറിയണമെന്നതിന് എഴുത്ത് വായനയ്ക്ക് നിശ്ചയം ഉണ്ടാവണം. ഈ എഴുത്തും വായനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ നമുക്ക് ഒന്ന് തോന്നാം, കേരളത്തില് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭയങ്കര വിവരമുണ്ട്, അസാമാന്യ പണ്ഡിതന്മാരാണ്. ബുദ്ധിജീവികൾ എന്ന പേരിൽ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൈവ ബുദ്ധിജീവി എന്ന് അവര് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ലൈനിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ എല്ലാം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പറയുന്നത് ഈ തരത്തിലുള്ളവരാണ്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ കേരളത്തിലെ പല ബുദ്ധിജീവികളെയും പറയാറുണ്ട്. ബുദ്ധിജീവി എന്ന് പറയുന്ന ആളുകൾ ഇവർ പലരും സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിജീവി പട്ടം കരസ്ഥമാക്കിയിട്ടുള്ള ആളുകളാണ്. ഇവർ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2014 വരെ കരസ്ഥമാക്കിയിട്ടുള്ള ആളുകളാണ്. ഇവർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ചുമതലകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബുദ്ധിജീവിയായിട്ടുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ആളുകളെന്നാണ് ഇവരുടെ ബുദ്ധിയുടെ അർത്ഥം. ഇവരുടെ എഴുത്തുകളിലല്ല പാണ്ഡിത്യമുള്ളത്, ഇവരുടെ രചനകളിലല്ല പാണ്ഡിത്യമുള്ളത്, ഇവരുടെ കഥകളിലല്ല പാണ്ഡിത്യമുള്ളത്, ഇവരുടെ കവിതകളിലല്ല പാണ്ഡിത്യമുള്ളത്. കേരളത്തിലെ എണ്ണപ്പെട്ട അറിയപ്പെട്ട കവികൾ ആരും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. നമുക്കറിയാവുന്ന കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി അത് ജി ശങ്കരക്കുറുപ്പായിരുന്നു, ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ്. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒത്തുചേരാൻ സാധ്യതയില്ല. മറ്റൊരു കവി മഹാകവി അക്കിത്തമായിരുന്നു, ഇടശ്ശേരിയായിരുന്നു. ഈ മഹാകവി വള്ളത്തോളായിരുന്നു. ഈ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയായിരുന്നു. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ അവസാനത്തെ രചനയുടെ പേര് പാടുന്ന വിശാജാണ്. അത് സ്റ്റാലിൻ്റെ മീശയെക്കുറിച്ചുള്ള പാട്ടാണ്. അത് 1948 അദ്ദേഹം മരിക്കുന്നതിന് തൊട്ടു മുന്നായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ എണ്ണപ്പെട്ട അറിയപ്പെടുന്ന ഒരു കവികളും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാർ ചില പ്രചരണങ്ങൾ നടത്തി. ഞാൻ ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞാൽ മനസ്സിലാവുന്നത്, കേരളത്തിലെ വലിയൊരു നോവലിസ്റ്റാണ് പി കേശവദേവ്. കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ പറയും, അയ്യോ പി കേശവദേവ് ഞങ്ങളുടെ സഖാവാണ്, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, 1953 ഇറങ്ങിയതാണ്, കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം എന്ന പുസ്തകത്തിന്റെ പേര്. സ്റ്റാലിൻ നടത്തിയിരിക്കുന്ന നിഷ്ഠൂരമായ കൊലപാതകങ്ങളുടെ ചരിത്രം എണ്ണി എണ്ണി പറയുന്ന 40 പേജ് വരുന്ന പുസ്തകത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് വധയന്ത്രം. അതെഴുതിയ പി കേശവദേവാണ്. ഇവർ പണം ചിലവാക്കിയിട്ട് അദ്ദേഹത്തെ റഷ്യയിൽ കൊണ്ടുപോയതാണ്. ആ റഷ്യയിൽ കണ്ട സമയത്താണ് കേശവദേവ് അതിനകത്ത് പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന 21 അംഗങ്ങളില് 20 പേരെയും സ്റ്റാലിൻ വധിച്ചു കളയാണ്. സ്റ്റാലിന്റെ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ള 21 അംഗ സംഘങ്ങളില് 15 പേരെ സ്റ്റാലിൻ ഷൂട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ സ്റ്റാലിൻ കൊലപ്പെടുത്തിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ, നമുക്ക് പലപ്പോഴും നമ്മളോടൊക്കെ പറയാറുണ്ട് ഹിറ്റ്ലറെ പോലെ എന്നൊക്കെ പറയാറുണ്ട്. ഹിറ്റ്ലർ എന്നൊക്കെ പറഞ്ഞാല് ഈ പറയുന്ന സ്റ്റാലിന്റെ മുമ്പില് വെറും പരൽ മീനുകൾ മാത്രമാണ്. നാമമാത്രമായിട്ടുള്ള ആളുകളെ കൊന്നിട്ടുള്ള ആളുടെ പേരാണ് ഹിറ്റ്ലർ. മറിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നിട്ടുള്ള ആളുടെ പേര് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരനായിട്ടുള്ള മാവോ സേത്തുങ്ങാണ്. 6.5 കോടി ജനങ്ങളെ കൊന്നിട്ടുണ്ട്. സ്റ്റാലിൻ കൊന്നത് 2 കോടി ജനങ്ങളെയാണ് കൊന്നിട്ടുള്ളത്. അങ്ങനെ കൊന്നിട്ടുള്ള ആളുകൾ ഭൂരിപക്ഷം പേര് ഇവർ കൊന്നത് അവിടുത്തെ ബുദ്ധിജീവികളെയാണ്, കവികളെയാണ്, ചിന്തകന്മാരെയാണ്, അധ്യാപകരെയാണ്. അതുകൊണ്ട് ഒരു സമയത്ത് സോവിയറ്റ് റഷ്യയില് അധ്യാപകനായിട്ട് ആളെ കിട്ടില്ലായിരുന്നു. 1936, 37, 38, 39 വർഷം കഴിഞ്ഞതിന് ശേഷം സ്റ്റാലിൻ്റെ 4 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് അവിടെ പഠിപ്പിക്കാൻ അധ്യാപകരെ പോലും കിട്ടില്ലായിരുന്നു. സമാനമായിട്ടുള്ള രീതിയിലാണ് കേരളത്തിൻ്റെ അവസ്ഥ. കേരളത്തിൻ്റെ ബുദ്ധിജീവിയാരാ? ആ പറയുന്ന ബിന്ദു ടീച്ചറാ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ആ ടീച്ചറിന് 4 ലക്ഷം തികച്ചു പറയാൻ വേണ്ടി അറിയാമോ? വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? ശിവൻകുട്ടിയാണ്, മന്ദബുദ്ധിയായിട്ടുള്ള ആള്. ഈ തരം മന്ദബുദ്ധികളായിരിക്കുന്ന ആളുകളെ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ തകർത്തതില് വലിയ പങ്ക് വഹിക്കുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ ദേശത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ദേശഭക്തി ഗാനങ്ങളോട് അവർക്ക് ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ സാധ്യമല്ല. സത്യത്തിൽ ഭയമല്ലേ? ഭയമാണ്, വിവരക്കേടാണ്. ഭയമുണ്ട്, വിവരക്കേടുമുണ്ട്. ഈ രണ്ടും കൂടി ചേരുമ്പോഴുള്ള പ്രശ്നമാണ് ശരിക്കത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഭാരതത്തിന്റെ മാനബിന്ദുക്കളില്, ഭാരതീയ ദർശനങ്ങളില് അവർക്ക് ഒരിക്കലും ഊറ്റം കൊള്ളാൻ വേണ്ടി സാധ്യമല്ല. അവർ ഊറ്റം കൊള്ളുന്നത് സോവിയറ്റ് റഷ്യയിലാണ്. പട്ടിണി പാവങ്ങളുടെ കേന്ദ്രമായിരിക്കുന്ന സോവിയറ്റ് റഷ്യ, മറ്റൊരു കേന്ദ്രമായിരിക്കുന്ന ചൈനയിൽ ഭൂരിപക്ഷ ജനങ്ങൾ ഇന്നും പട്ടിണിയിലാണ്. ലോകത്ത് പച്ചമാംസം കഴിക്കുന്ന ജനങ്ങൾ അധിവസിക്കുന്നത് ചൈനയിലാണ്. കാരണം അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്.
കമ്മ്യൂണിസ്റ്റുകാരന് ജീവിക്കാൻ നിവൃത്തിയില്ല, മാംസം കഴിക്കാൻ നിവൃത്തിയില്ല. ആ മാംസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീവീടിൻ്റെ മാംസവും വവ്വാലിൻ്റെ മാംസവും പച്ച മാംസം കഴിക്കുന്നവർ പേരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് കോവിഡ് ഉദയം കൊള്ളുന്നത് അവർ മറ്റേ ചൈനയിലെ വ്യൂഹാനിൽ നിന്നാണ്. അതിന് കാരണം അവർ പച്ചമാംസം കഴിച്ചുകൊണ്ടാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളുടെ സംഭാവനയാണ് ലോകത്തിന്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ കുരുതി നടത്തിയിട്ടുള്ളതും മനുഷ്യ കെടുതികൾ സംഭവിച്ചിരിക്കുന്നതും കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളിലാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും ദേശഭക്തിപരമായിരിക്കുന്ന ഭാരതീയ താല്പര്യങ്ങളെ സംരക്ഷിക്കാനോ ഒരു കാരണവശാലും സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഗണഗീതത്തെ എതിർക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അവർ ഗണഗീതത്തെ എതിർക്കുക തന്നെ വേണം. അവർ വ്യാപകമായിട്ട് എതിർത്തോട്ടെ. വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ചാവേറുകളായിരിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് യുവജനങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ ഇതിൻ്റെ പിന്നാലെ പോയി എന്നൊക്കെ വരാം. അതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. ഒരു വവ്വാലുകളെപ്പോലെ അല്ലെങ്കിൽ ചീവീടുകളെ പോലെ അല്ലെങ്കിൽ ഈയാമ്പാറ്റകളെ പോലെ ഇതും കാലക്രമത്തിൽ ഈ മണ്ണിൽ അലിഞ്ഞു ചേരും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുടെ മുന്നിൽ സവിശേഷമായ വാർത്തകളും വർത്തമാനങ്ങളുമായി വരുന്നുണ്ട്. നമ്മുടെ ചാനലിനെ സഹായിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ നമ്മുടെ പേജ് തുറന്നു വരും. അതിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. തൊട്ടുപുറത്തുള്ള ബെൽ ഐക്കണും അമർത്താൻ മറക്കാതിരിക്കുക. ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക.